ഹലോ, നമ്മുടെ യാത്രയുടെ രണ്ടാമത്തെ പാർട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ സ്ഥലം. നല്ല അടിപൊളി കാറ്റായിരുന്നു കേട്ടോ. നമ്മളൊരു 10:30-11 മണിക്കാണ് വന്നത്. ഈ സുന്ദരപാണ്ഡ്യപുരത്താണ് നമ്മൾ വന്നത്. റീൽസിലൊക്കെ ഒത്തിരി കണ്ട് ഫേമസ് ആയ സ്ഥലമാണ് കേട്ടോ. നമ്മുടെ സൂര്യകാന്തി പൂ കാണാനാണ് ഞാൻ വന്നത്. ഒത്തിരി നാളായിട്ട് വിചാരിക്കുന്നെങ്കിൽ ഇപ്പോഴാട്ടോ പറ്റിയത്. ഭയങ്കര രസമായിട്ടോ. അത് കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു കുളിർമയാണ്. പിന്നെ നല്ല വെയിലായിരുന്നു അത്യാവശ്യം. ഇതൊരു റീലൊക്കെ എടുക്കുന്നതിൻ്റെ ഫ്ലോപ്പാണ് നിങ്ങൾ കാണുന്നത്. ഫ്ലോപ്പായി പോയ റീലാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ അങ്ങ് നിൽക്കാൻ തോന്നും. നല്ല കാറ്റും നല്ല ശുദ്ധവായുവും നല്ല അടിപൊളി സ്ഥലവും ഒക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് നൊങ്കെന്ന് പറഞ്ഞ ഈ ഒരു സാധനം കണ്ടു. അപ്പോൾ അതൊത്തിരി ചെറുപ്പത്തിലേ ഞാൻ കഴിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കഴിക്കാമെന്ന് വിചാരിച്ച് മേടിച്ചത്. ഈ ഒഴിക്കുന്ന വെള്ളം അതിൻ്റെ ജ്യൂസാണെന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. വല്ലാത്തൊരു ചെവയായിരുന്നു അതിന്. അപ്പോൾ ഞങ്ങളത് പിന്നെ കളയുകയാണ് ചെയ്തത്. അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതിൻ്റെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഒരു നൊങ്കെന്ന് പറയുന്നത്, ആ സാധനം എനിക്ക് ഇഷ്ടമായതുകൊണ്ട് അത് മാത്രം കഴിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ ഉച്ചത്തെ ഫുഡ് തേടി തേടി ഇങ്ങനെ പോയപ്പോൾ ഒരു സ്ഥലത്ത് ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തമിഴ്നാട്ടിലെ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അവിടെ കയറിയതാണ്. അപ്പോൾ ബിരിയാണി കൊണ്ടുവച്ചപ്പോൾ ശരിക്കും ഒരു ഓറഞ്ച് കളറൊക്കെ ആയിരുന്നു കേട്ടോ ഏകദേശം. ബിരിയാണി കുറച്ച് സ്പൈസി ആയിരുന്നു. പിന്നെ അങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ ഭയങ്കര ഫ്ലേവറൊന്നും ഇല്ല കേട്ടോ. അപ്പം എനിക്കങ്ങനെ ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ഒരു ഓക്കെ എന്ന് പറയാം. പിന്നെ വിശന്നിരുന്നതുകൊണ്ട് അതങ്ങ് കഴിച്ചു, അത്രേ ഉള്ളൂ. അങ്ങനെ ഭയങ്കര എടുത്ത് പറയത്തൊക്കെ പ്രത്യേകതയൊന്നും തോന്നിയില്ല. അപ്പോൾ അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് ഒരു സൈഡായി ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത പാർട്ടി കാണാം. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.